നമുക്കുള്ള കപ്പയും ബീഫും ആണ് കേട്ടോ. ഇത് കപ്പയും ബീഫും വേറെ വേറെ വേവിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ആളുകൾ പറയുമ്പോൾ മിക്സാക്കി കൊടുക്കും അല്ലേ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ എറണാകുളം ജില്ലയിലാണ്. ഈ സ്ഥലത്തിന് പറയുക ഉദയംപേരൂർ കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു തട്ടുകട. ഇവിടെ കിട്ടണ ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല. ദോശയും ചമ്മന്തി സാമ്പാറൊക്കെ കിട്ടും. അതുകൂടാതെ കപ്പയും ബീഫും ഉണ്ട്, കപ്പയും ബോട്ടിയും ഉണ്ട്. 100 രൂപയും 70 രൂപയൊക്കെ ഉള്ളൂ, ചെറിയ പൈസയ്ക്കാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത്. ഷീല ചേച്ചിയും ഹരിച്ചേട്ടനും കൂടെയാണ് ഈ കട നടത്തുന്നത്. നമ്മുടെ തന്നെ കൂടെ വീഡിയോയിൽ ഉണ്ടായിട്ടുള്ള ഓൾവേസ് ഫുഡ് അടിയിലെ ശ്രീഹരിനെ അർഷാദിനെയൊക്കെ നിങ്ങൾക്ക് അറിയാം. അവരാണ് ഈ കട പരിചയപ്പെടുത്തി തന്നതെന്ന്. നമ്മുടെ കൂടെ അവരും ഉണ്ട് കേട്ടോ. കുടുംബം മൊത്തം പാചകക്കാരാണ്. പാഴ്സലുകാരാണോ കൂടുതലും? ഇവിടെ കപ്പയും ബോട്ടിയുണ്ട്, കപ്പ ബിരിയാണി, ദോശ, ഓംപ്ലേറ്റ്. ഇത്ര മാത്രമേ നമുക്കുള്ളൂ. അത്രയും മാത്രമേ നമുക്കുള്ളൂ. ഇപ്പൊ എത്ര നാളായി കട തുടങ്ങിയിട്ട്? ഞങ്ങൾ 1.5 കൊല്ലമായി. ഇപ്പൊ എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും. അവധി അങ്ങനെയൊന്നും ഇല്ല, ഞായറാഴ്ചയും കൂടി ഉണ്ട്. ഞായറാഴ്ചയും കൂടി തുറക്കും. എത്ര മണിക്ക് വന്നാലും അതൊക്കെ റെഡി ആവണേ? ഞങ്ങൾ 4:30 തുറക്കണേ. രാവിലെ ചേട്ടനും കൂടെയാ? ഞാനും ചേട്ടനും കൂടെ. പിന്നെ മക്കളും സഹായിക്കും. മോൻ ഉണ്ട്. 4:00 വെച്ചാൽ വൈകുന്നേരം 4:30 തുറന്ന് ഒരു 10:30 വരെ. ഞാനൊക്കെ റെഡിയായി കൊടുക്കുള്ളൂ. ചേട്ടനാണ് പാചകം ചെയ്യണത്. എത്ര രൂപയ്ക്കാ കൊടുക്കണേ ഇപ്പൊ? ഞങ്ങള് കപ്പ ബിരിയാണി 100-നും, കപ്പയും ബോട്ടി 70, ദോശ 10, ഓംപ്ലേറ്റ് താറാവ് 20, കോഴി 15. അപ്പോൾ അതെ, ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം റെഡി ആയിട്ട് ഇരിക്കേണ്ടത്. അതിൻ്റെ മേലേക്ക് കുറച്ച് സവാളയും മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ, പച്ചയ്ക്ക്. അപ്പോൾ ശ്രീഹരിയും ഉണ്ട്, അർഷാദും ഉണ്ട്. കുറേ പേർക്കൊക്കെ അറിയാം. ഞാൻ എറണാകുളത്ത് വന്നിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവന്മാർ രണ്ടുപേരായിരിക്കും എനിക്ക് ആ സ്ഥലം പറഞ്ഞു തരുന്നതും നമ്മളെ കൂടെ വരുന്നതും. അപ്പോൾ ഇത് കഴിച്ചു നോക്കാം. ഇവർ ഓൾറെഡി വന്ന് കഴിച്ചു അല്ലേ, കഴിച്ചു, വീഡിയോ ചെയ്തു, നല്ല ഫുഡാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. കഴിച്ചു നോക്കണം. കഴിച്ചു നോക്കാൻ പറയണ്ട, കഴിച്ചതാണ്. എന്നാലും ഞാൻ കഴിച്ചു നോക്കിയില്ല. സൂപ്പറാ. എന്നാൽ നമ്മുടെ മറ്റേ കപ്പ ബിരിയാണി ഏഷ്യാഡ് ആ ഒരു ഇതല്ല അല്ലേ, കുറച്ചും കൂടി വ്യത്യാസമാണ്. നീ ഇപ്പഴാ കഴിക്കണം? നീ ഒറ്റയ്ക്ക് വന്നല്ലേ? ഇഷ്ടപ്പെട്ടോടാ? ഞാൻ നിയമം പറഞ്ഞ എരിവുണ്ട് എനിക്ക് പേടിയായി. പിന്നെ എരിവാണോ? സൂപ്പറാ. ഇത് കണ്ട, ഇതിനകത്ത് തേങ്ങയൊക്കെ കൊത്തിയിട്ടുണ്ട്. പക്ഷെ ശരിക്കും നമ്മളവിടെയൊന്നും കപ്പ ബിരിയാണി വയ്ക്കുമ്പോൾ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. തേങ്ങ കൊത്തിയിട്ട്, തേങ്ങ വറുത്തരച്ച് വെക്കുന്ന കപ്പ ബിരിയാണി ഉണ്ട്, കപ്പയും എല്ലും കപ്പയൊക്കെ. പക്ഷെ തേങ്ങ കൊത്തിയിട്ടുണ്ട്. ഇത് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഉദയംപേരൂരെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എന്താണ് ഒരു ഷാപ്പ് ഉണ്ട് അടുത്ത്, മുല്ലപ്പന്തൽ ഷാപ്പ്. എറണാകുളം ജില്ലയിലാണ് മുല്ലപ്പന്തൽ ഷാപ്പിൻ്റെ. അത് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കിട്ടും. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ കട ഇരിക്കണം. കടയ്ക്ക് പേരൊന്നുമില്ല അല്ലേ ചേച്ചി? ഷീല ചേച്ചിയുടെയും ഹരിച്ചേട്ടൻ്റെയും കട അങ്ങനെയുള്ളൂ. കടയ്ക്ക് അല്ലാണ്ട് പേരൊന്നുമില്ല കേട്ടോ. ഇത് വേറെ റേറ്റും കൂടി ഉണ്ട്, അത് കാണിച്ചു തരാം. പിന്നെ ലോട്ടറി കച്ചവടമായിരുന്നു ആദ്യം. അതിലും ഭേദമല്ലേ ഇത്? അത് നഷ്ടം വന്ന് തവിടുകൂടിയായപ്പോഴാണ് ചെയ്യാതെ വെച്ചത്. ഇത് കപ്പയും ബോട്ടിയും കൂടെയാണ്. നീ ആദ്യം കഴിച്ചു നോക്കും എങ്ങനെയാ. എരിവതി കൊണ്ടാ? ഇല്ലല്ലോ, ഇവ ആദ്യം തന്നെ എരിവെന്ന് പറഞ്ഞു. എന്നെ പേടിപ്പിച്ച് വെച്ചാ എരിവുണ്ടെന്ന്. ഇങ്ങനെ ചൂടിനെ കഴിക്കണം, എന്നാലും അതിൻ്റെ ഒരു സവാളയൊക്കെ ഇട്ട് മല്ലിയിലയൊക്കെ ഇട്ട്. വേണ്ട, സ്പൂൺ വേണ്ട. ഇതിന് 70 രൂപ. കപ്പയും ബോട്ടിയും കൂടെ ആണെങ്കിൽ 70 രൂപയുള്ളേ. ഇതിനല്ലാട്ടോ 70 രൂപ. ഇത് കണ്ടിട്ട് ഞങ്ങൾ രണ്ടാൾക്കായിട്ട് 2 എണ്ണം മേടിച്ചു കേട്ടോ. ചിലപ്പോൾ അങ്ങനെ പറയും, നമ്മൾ പിന്നെ വല്ലാണ്ട് ക്വാണ്ടിറ്റിയും തോന്നും. അപ്പോൾ ഇത് 2 എണ്ണമാണേ. ഇതിങ്ങനെ ഒരു പ്ലേറ്റ് 70 രൂപ കേട്ടോ, കപ്പയും ബോട്ടിയും കൂടെ ചേർത്തിട്ട്. അപ്പോൾ ഇതേ കണ്ട് അത്യാവശ്യം നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ട്. അങ്ങനെ വയറിറച്ച് കഴിക്കാം. എനിക്കൊന്നും കഴിച്ചാൽ പറ്റൂല. നീ വന്നിട്ട് കഴിച്ചോ ഫുള്ള് വരണം? ഇല്ല, ഞങ്ങള് 3 പേരും കൂടി ഷെയർ ചെയ്തു. കഴിക്കാൻ പറ്റൂല, ഒരാൾക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നില്ല കേട്ടോ, നല്ലോണം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കടയ്ക്ക് പേരൊന്നുമില്ല, തട്ടുകട എന്നുള്ളൊരു ബോർഡ് മാത്രമാണ് അവിടെ ഉണ്ടാവുക കേട്ടോ. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പറും കൂടി കൊടുക്കാം. പിന്നെ ഉദയംപേരൂർ അതാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ സൗകര്യത്തിനകത്ത് വലിയ രുചി വിളമ്പുന്ന മറ്റൊരിടത്തെ കാഴ്ചയായിട്ട് ഇനിയും വരാം.